എല്ലാവർക്കും ഹോംലി കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ കോഴി വെച്ചിട്ട് ഒരു കറിയാണ് കാണിക്കുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവും. അപ്പോൾ ഞാനത് ആദ്യം ഇതുപോലെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് 2 സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കോഴിയാണ്, മുട്ടക്കോഴിയായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോൾ ഒരു 1.5 കിലോ ഉണ്ട്. ഇനി 1 കപ്പ് ചുവന്നുള്ളി കൂടെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി വരാനൊക്കെ ആയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവോളയുടെ വെള്ളം ഒന്നങ്ങ് വലിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 5 അല്ലെങ്കിൽ 6 പച്ചമുളക്. ഇതിപ്പോൾ എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി സവോളയും നന്നായിട്ട് വാടി വരണം. സവോളയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി കൂടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ഇതുപോലെ ഒന്നങ്ങ് അടച്ചു വയ്ക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ചൂടാക്കാം. 1 മിനിറ്റ് ഒന്നങ്ങ് സിമ്മിലിട്ട് ചെയ്യാം കേട്ടോ. സിമ്മിലിട്ട് ചെയ്തില്ലെങ്കിൽ കത്തിപ്പോവേ. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 1.5 കിലോ ചിക്കനാണ്. 1.5 കിലോയിൽ അല്പം കൂടിയാലും നമുക്ക് ഈ ഒരു അളവുകളൊക്കെ തന്നെ മതിയാവും. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒന്നങ്ങ് ഇറങ്ങി വന്നോട്ടെ. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാവും, പക്ഷേ നമുക്ക് ഇനിയും ചിക്കനിലേക്ക് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് തന്നെ ചേർക്കുന്നത്. അത് മാത്രമല്ല, ഈ ചിക്കന് വേവ് കൂടുതലുള്ളതുകൊണ്ട് അല്പം സമയം കൂടുതലിരിക്കണം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും കൊടുത്താണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. 3/4 വേവാണ് ഞാൻ വേവിക്കുള്ളൂ. ഇനി കോഴിക്കറിയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ മല്ലി മുളകൊന്ന് വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇനി മല്ലി ചെറുതായിട്ടൊന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 12 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് എരിവനുസരിച്ച് നിങ്ങൾ വ്യത്യാസം വരുത്തണം. ഈ മുളകിന് ഇപ്പോൾ അധികം എരിവില്ല. എരിവുള്ളതാണെങ്കിൽ ഒരു 9 or 10 എടുത്താൽ മതി. മല്ലി മുളക് കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തേങ്ങയുടെ വെള്ളം ഒന്ന് വലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, മാറിപ്പോവരുത്. തേങ്ങയുടെ വെള്ളം വലിഞ്ഞു വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റോളായിട്ടുള്ള പട്ടയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിന് കനം കുറവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വലിയ പീസ് പട്ട എടുത്താൽ മതി, അല്ലെങ്കിൽ അത് കൂടിപ്പോവും. ഇനി ഒരു 6 ഏലക്ക, പിന്നെ ഒരു 6 ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ചുമന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ സമയത്ത് തന്നെ 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ഇതിലേക്ക് ചേർത്തേണ്ടതാണ്. ഞാൻ വിട്ടുപോയിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ കത്തിപ്പോവും. അപ്പോൾ ഇവിടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ തേങ്ങയുടെ ചൂട് മതി മഞ്ഞളൊന്ന് ചൂടാവാനായിട്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും മുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് ചൂടാറി കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ചിക്കൻ ഇവിടെ ഒരു 3/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്നുകൂടെ വേവാനുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിടുക, എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് കറി നന്നായിട്ട് കുറുകി വരും. ചിക്കൻ നന്നായിട്ട് വെന്ത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇനി താളിക്കുന്നില്ല, ചിക്കനിൽ തന്നെ അത്യാവശ്യം നെയ്യുണ്ട്, അതുകൊണ്ട് താളിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചൊഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.